യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഒരു പുതിയ ദിവസം തുടങ്ങുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചതിന് കർത്താവിന് സമർത്ഥമായ നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. സമ്പത്ത് നൽകുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. അവിടുന്നാണ്, ദൈവമാണ് സമ്പത്ത് നൽകിയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിൽ ദൈവം വേദനയോ ദുഃഖമോ ഒന്നും കലർത്തുകയില്ല. ലോകം തന്ന സമ്പത്താണെങ്കിൽ നമുക്കിതെല്ലാം ഒരു എക്സ്ട്രാ ആഡഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിട്ട് മാറും. സമ്പത്തുണ്ട്, എന്നാൽ സമാധാനമില്ല, രോഗം മാറുന്നില്ല, അസ്വസ്ഥതകളാണ്. ഇതെല്ലാം ലോകം നൽകിയത്. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ഭവനമാണ്, ദൈവമാണ് സമ്പത്ത് നൽകിയിരിക്കുന്നതെങ്കിൽ ആ ഭവനത്തിൽ സമാധാനമുണ്ടാകും, സ്നേഹമുണ്ടാകും. ഒരു വ്യക്തി പോലും, ആ ഭവനത്തിലെ ഒരു വ്യക്തിക്ക് പോലും ദൈവം ദുഃഖം കൊടുക്കുകയില്ല. നമുക്ക് ആ സമ്പത്തിനായിട്ട് കർത്താവിൻ്റെ മുന്നിൽ അപേക്ഷിക്കാം. ദൈവമേ, നീയാകുന്ന സമ്പത്ത്, നീ ഞങ്ങൾക്ക് നൽകേണ്ട സഹായകനാകുന്ന സമ്പത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകം ഞങ്ങളുടെ പുറകെ വരും. ഞങ്ങൾക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടി വരില്ല. പൂർണ്ണ മനസ്സോടെ, നിറഞ്ഞ സംതൃപ്തിയോടെ, എല്ലാ വേദനകളും വിഷമങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് നിന്നെ മാത്രം ആശ്രയിക്കുന്നു, നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ഞങ്ങൾക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ നിന്നെ അനുഗമിക്കാൻ ഞങ്ങൾ തയ്യാറാകും. നീ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സഹായകൻ ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഒന്നിനെക്കുറിച്ചും ഞങ്ങൾ ഭയപ്പെടുകയില്ല. ദൈവമാകുന്ന സമ്പത്ത് ദൈവാനുഗ്രഹമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരനുഗ്രഹമായി മാറും, സമൃദ്ധിയായിട്ട് മാറും, സമാധാനമായിട്ട് മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധിയുടെ സമ്പത്ത് വർദ്ധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.